ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ 2 കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ 2 കന്യാസ്ത്രീകൾ. മതപരിവർത്തനവും മനുഷ്യ കടത്തുമാണ് അവർക്ക് എതിരെ നൽകിയിരിക്കുന്നതായ കുറ്റകൃത്യങ്ങൾ. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന, തൊഴിൽ സാധ്യതകൾ ഒരു സ്വപ്നം മാത്രമായിരുന്ന ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകി, ഉപജീവന മാർഗത്തിന്റെ വാതിലുകൾ അവർക്കായിട്ട് തുറന്നു നൽകി, ക്രിസ്തുവിന്റെ സ്നേഹമായി, ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറിയ 2 ക്രൈസ്തവ കന്യാസ്ത്രീകൾ ചെയ്യാത്ത കുറ്റത്തിന് തെറ്റ് ആരോപിക്കപ്പെട്ടവരായി ഇന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തിലെ ക്രൈസ്തവ ദൗത്യം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യ നിർവഹണ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രൈസ്തവ ദൗത്യം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന, തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ക്രിസ്തു ദൗത്യവുമായിട്ട് നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുക? ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം മിഷൻ ഫ്രം എവരിവെയർ ടു എവരിവെയർ എന്നതാണ്. ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും. നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ദൗത്യം എല്ലായിടത്തേക്കും എല്ലാ ദേശത്തേക്കും വ്യാപരിക്കേണ്ടത് എന്നതാണ്. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ദൈവം ഏലിയാവിനെ തന്റെ പ്രവാചകനായിട്ട് വിളിച്ച് വേർതിരിക്കുമ്പോൾ ഏലിയാവിന് നൽകുന്ന ദൗത്യം വ്യത്യസ്തങ്ങളാകുന്ന ദൗത്യങ്ങളാണ്. വെറും സാധാരണമായ ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നിന്നും, ഒരു മലയോര പ്രദേശത്ത് നിന്നും സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിച്ച് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ രാജകൊട്ടാരത്തിൽ തന്റെ ദൗത്യവുമായിട്ട് അയക്കുകയാണ്. പ്രധാനമായി 3 ദൗത്യങ്ങളാണ് നാം വായിച്ചേട്ട വേദഭാഗങ്ങളിൽ ഏലിയാവിന് ദൈവം നൽകുന്നത്. ഒന്നാമതായി ആഹാബ് രാജാവിന്റെ അരികിൽ കടന്നുപോയി ആഹാബ് ചെയ്ത തെറ്റുകളെ വിരൽ ചൂണ്ടിക്കൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇനി ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യുകയില്ല എന്ന ദൈവീക പ്രവചനം അറിയിക്കുക എന്നതാണ്. രാജകൊട്ടാരത്തിൽ അധികാര കേന്ദ്രങ്ങളുടെ അരികിലേക്ക് കടന്നുപോയി അവരുടെ ചെയ്തികൾക്ക് എതിരെ ശബ്ദമുയർത്തുകയും ദൈവീക പ്രവചനം അവരോട് അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ദൗത്യം. ആഹാബ് ഇസ്രായേലിന്റെ രാജാവായി 22 വർഷം സിംഹാസനത്തിൽ ഇരുന്ന മനുഷ്യനാണ്. ആഹാബിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് അവന്റെ പൂർവ്വ പിതാക്കന്മാർ എത്രത്തോളം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചോ അതിനേക്കാൾ അധികമായി ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ച മനുഷ്യനായിട്ടാണ് ആഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആഹാബിന്റെ ജീവിതത്തിലെ തെറ്റുകൾ ഓരോന്നായി വേദപുസ്തകം വിരൽ ചൂണ്ടുന്നുണ്ട്. ഇസ്രായേലിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് ദൈവീക രാജ്യത്വമാണ്, ദൈവം നൽകുന്ന സ്ഥാനമാണ്. എന്നാൽ അത് മറന്ന് സീദോൻ രാജാവിന്റെ മകളായ ഈസബേലിനെ വിവാഹം കഴിക്കുകയും ബാലിന് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുകയും ആ ബാൽ ക്ഷേത്രത്തിൽ ബാലിന് വേണ്ടി യാഗപീഠം അണിയുകയും അശേര പ്രതിഷ്ഠകൾ പണിത് സമരിയ തുടങ്ങി പലയിടങ്ങളിലും ബാൽ വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും കൊണ്ട് നിറച്ചതായ ഒരു രാജാവ്, ദൈവത്തിൽ നിന്നും ഏറെ അകന്നുപോയിരുന്ന ഒരു രാജാവ്. ഈ കാലഘട്ടത്തിൽ സത്യ ദൈവത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തുവാനായി ആഹാബിന്റെ അരികിലേക്ക് ദൈവം ഏലിയാവിനെ അയക്കുകയാണ്. ഏലിയാവ് പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, അല്ലെങ്കിൽ യഹോവയുടെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ യഹോവയായ ദൈവത്തിന്റെ കൽപ്പനയില്ലാതെ ഇന്ന് ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ബാൽദേവൻ മഴയുടെയും കാർഷിക അഭിവൃദ്ധിയുടെയും ദേവനായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബാൽദേവനല്ല, യഹോവയായ ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ മഴയും മഞ്ഞും ദേശത്ത് പെയ്യുകയില്ല എന്നുള്ള വെല്ലുവിളിയുടെ ശബ്ദം ഏലിയ ഉയർത്തുമ്പോൾ സത്യദൈവം ആരാണ് എന്ന് ജനം മനസ്സിലാക്കുന്ന വിധത്തിൽ ശക്തമായ ഒരു ദൈവീക ദൗത്യമായിരുന്നു അത്. രാജാവിന്റെ മുമ്പിൽ, അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിലേക്ക് ഏലിയാവിനെ അയച്ച് ദൈവീക ദൗത്യത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ദൈവം. പ്രിയ ദൈവജനമേ, ചിലയിടങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത് ഏലിയാവിനെ അയച്ചതുപോലെ ആയിരിക്കാം.
ചിലയിടങ്ങളിൽ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ, ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗമായിട്ട് മാറുവാൻ ദൈവം നമ്മെ നിയോഗിച്ച് അയക്കാറുണ്ട്. അത്തരമിടങ്ങളിൽ നിശബ്ദരായിട്ടിരിക്കുകയല്ല, ശക്തിയോടെ ശക്തമായി ദൈവീക ശബ്ദമായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ദാവീദ് രാജാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന നാഥാൻ പ്രവാചകന്റെ അതേ കൃപയോടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവീക ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയണം. ഏലിയാവിന്റെ ദൗത്യം അവിടെ അവസാനിക്കുന്നില്ല. ആഹാബിന്റെ രാജകൊട്ടാരത്തിൽ നിന്നും ഏലിയാവിനെ അയക്കുന്നത് കിഴക്കുള്ള കെരീത് തോട്ടിന്റെ അരികിലേക്കാണ്. യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നത്, കെരീത് തോട്ടിന്റെ അരികിൽ നീ പോയി ഒളിച്ച് പാർക്കുക. തോട്ടിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം അല്പമായിട്ട് ഏലിയാവിന് കുടിക്കുവാനായിട്ട് ലഭിക്കും. ഓരോ സമയങ്ങളിലും കാക്ക അവന്റെ അരികിലേക്ക് കടന്നു വരികയും അവൻ അപ്പവും ഇറച്ചിയും നൽകുകയും ചെയ്യുകയാണ്. കെരീത് തോട്ടിൽ ഒളിച്ചു പാർക്കുക ഏലിയാവിന്റെ ദൗത്യത്തിന്റെ മറ്റൊരു ഭാഗമാണിത്. ചിലയിടങ്ങളിലൊക്കെ ഏകാന്തമായിട്ടിരിക്കുവാൻ, ചിലയിടങ്ങളിൽ വേറിട്ട് ഇരിപ്പാൻ, ചിലയിടങ്ങളിൽ ബന്ധനത്തിന് തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ, കൂടെ ആരുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ ചില ജീവിത അനുഭവങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരാറുണ്ട്. എന്തിനാണ് ഇത്തരം ദൗത്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നൽകുന്നത്? പ്രിയ ദൈവജനമേ, ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കുവാൻ വേണ്ടിയാണ്. കെരീത് തോട്ടിൽ ഏലിയാവിന് ആശ്രയിപ്പാൻ മറ്റാരുമില്ല, ദൈവം മാത്രമാണുള്ളത്. ഓരോ സമയങ്ങളിലും കൃത്യമായിട്ട് അവന്റെ അരികിലേക്ക് ഭക്ഷണവുമായിട്ട് കാക്ക കടന്നു വരുമ്പോൾ സാധാരണ ഭക്ഷണമല്ല, രാജകീയ ഭക്ഷണമാണ്, അപ്പവും ഇറച്ചിയുമാണ് ഏലിയാവിന്റെ അരികിലേക്ക് എത്തിച്ചേരുന്നത്. ഓരോ നേരവും കൃത്യമായിട്ടും തന്റെ അരികിലേക്ക് ഭക്ഷണവുമായി ആ പക്ഷിയെ ദൈവം അയക്കുമ്പോൾ ഏലിയാവ് തിരിച്ചറിയുന്നുണ്ട്, ദൈവം എത്ര അത്ഭുതകരമായി എന്നെ കരുതുന്നുണ്ട്. കെരീത് തോട്ടിൽ തനിക്ക് വെള്ളം ലഭിക്കുമ്പോൾ ദേശം മുഴുവനും വെള്ളമില്ലാതിരിക്കുന്ന കാലഘട്ടങ്ങളിലും തന്നെ കരുതുന്ന, തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുതൽ ഏലിയാവ് തിരിച്ചറിയുന്നുണ്ട്. തന്റെ ആശ്രയം സമ്പൂർണമായി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന നിമിഷമാണത്. ചില ഇടങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഏകാന്തതയുടെ, ഒറ്റപ്പെടലിന്റെ, ബന്ധനങ്ങളുടെ അനുഭവങ്ങളിലൂടെയും നാം കടന്നു പോകാറുണ്ട്. പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ സഭ, ക്രൈസ്തവ സഭ, ഇന്ത്യൻ ക്രൈസ്തവ സഭ ഏറെ ദുഃഖത്തോടെ നോക്കിക്കാണുന്നത് 2 കന്യാസ്ത്രീകളുടെ വിമോചനമാണ്. ഇന്ന് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സമൂഹത്തെ കരുതി എന്നതാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആ തെറ്റുകൾ. തീർച്ചയായിട്ടും കെരീതിന്റെ അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കുറെ കൂടി ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ കഴിയുന്ന, ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയുന്ന, ഏകാന്തതകളുടെ മധ്യേയും തങ്ങളെ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങൾ തന്നെയാണ്. ഇത്തരം സാഹചര്യം എല്ലാ ക്രൈസ്തവരുടെയും ജീവിതങ്ങളിലൂടെ കടന്നു പോകും എന്ന് തിരിച്ചറിയണം. ചില കെരീതിന്റെ അനുഭവങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. ഏലിയാവിന്റെ ദൗത്യം അവിടെയും അവസാനിക്കുന്നില്ല. വീണ്ടും ദൈവം അവിടെ നിന്നും ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ നിന്നും ഏലിയാവിനെ സാരഭാത്തിലേക്ക് അയക്കുകയാണ്. സീദോൻ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമായ സാരഭാത്ത്. ഏറ്റവും വലിയ തമാശ, ബാലിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു രാജ്യമാണ് സീദോൻ. ആ രാജ്യത്തിലെ രാജാവിന്റെ മകളാണ് ഇന്ന് ആഹാബിന്റെ ഭാര്യയായിരിക്കുന്ന ഈസബേൽ. ആ ദേശത്തേക്ക്, ആ രാജ്യത്തേക്ക് ഏലിയാവിനെ അയച്ച് യഹോവയായ ദൈവത്തിന്റെ കരുതൽ ആ ദേശത്തിനും ലഭിക്കുന്ന വിധത്തിൽ തന്റെ ദൗത്യത്തെ ഏലിയാവിലൂടെ ദൈവം വളർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വിധവയായൊരു സ്ത്രീ ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്ത് അവളും മകനുമായിട്ട് മരിക്കാനിരിക്കുന്ന ഇടത്തേക്ക് കരുതലിന്റെ ദൗത്യവുമായി ഏലിയാവിനെ ദൈവം അയക്കുകയാണ്. അവിടെ ഏലിയാവ് കടന്നുപോയി അർപ്പിക്കുന്ന ദൗത്യം അത് നീതി നിർവഹണമല്ല, ഏകാന്തതയിലൂടെ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കലല്ല, ദൈവത്തിന്റെ കരുതൽ മറ്റൊരാളിലേക്ക്, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയാണ്. കനിവിന്റെ ശുശ്രൂഷയാണ്, മിഷൻ ഓഫ് കമ്പാഷൻ ആണ്. ചിലയിടങ്ങളിൽ ഇത്തരം ദൗത്യങ്ങളിലേക്കും ദൈവം നമ്മെ അയക്കാറുണ്ട്. വേദനയിലായിരിക്കുന്ന ജനസമൂഹം, അവരുടെ അരികിൽ ആശ്വാസമായിട്ട് ദൈവം നമ്മെ അയക്കാറുണ്ട്. പട്ടിണിയിലായിരിക്കുന്ന ഇടങ്ങളിൽ അപ്പമായിട്ട് ദൈവം നമ്മെ അയക്കാറുണ്ട്. സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന ഇടങ്ങളിൽ സഹായ കരങ്ങളായിട്ട് ദൈവം നമ്മെ അയക്കാറുണ്ട്. ദൈവീക ദൗത്യം എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കുന്നതാണ്. വായിച്ചേട്ട വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുന്ന പ്രധാന ചിന്ത ഇത് തന്നെയാണ്. എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കുന്ന, എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപരിക്കുന്ന, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ദൗത്യം. രണ്ടാമതായി വായിച്ചു കേട്ട വേദഭാഗം ഗലാത്യർക്ക് പൗലോസ് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം
1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. ഗലാത്യർ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ചിന്ത ദൗത്യം എല്ലാ ജനതയിലേക്കും വ്യാപരിക്കുന്നത് എന്നതാണ്. ദൗത്യം എല്ലാ ജനതയിലേക്കും വ്യാപരിക്കുന്നത്. പൗലോസിന്റെ 1ാമത്തെ മിഷണറി യാത്രയിലാണ് ഏഷ്യ മൈനറിൽ ഉൾപ്പെട്ട ഗലാത്യ എന്ന പ്രദേശത്തേക്ക് പൗലോസ് കടന്നു പോകുന്നത്. ആ ദേശത്തോട് ക്രൈസ്തവ സുവിശേഷം അറിയിക്കുമ്പോൾ അനേകം വിജാതീയർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ക്രിസ്തു മാർഗത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം പൗലോസ് മറ്റൊരിടത്തേക്ക് സുവിശേഷ ഘോഷണവുമായിട്ട് കടന്നുപോയി. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഗലാത്യ സഭ ആത്മീകമായി തകർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തങ്ങൾ നൽകിയ സത്യസുവിശേഷത്തിൽ നിന്നും ഈ ജനം മാറി നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് നൽകുന്ന ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയതായ ലേഖനം. അതിന്റെ ആരംഭവാക്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവന്റെ വിളിയെ മറന്ന് നിങ്ങൾ ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയത്? വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറി എന്നല്ല, ചിലരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, തെറ്റായ സുവിശേഷം നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ പരീശന്മാരിൽ നിന്നും ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വന്ന യഹൂദന്മാർ ഗലാത്യ സഭയോട്, പ്രത്യേകിച്ച് വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്ന സഭയോട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ യഥാർത്ഥമായിട്ട് ലഭിക്കണമെങ്കിൽ, യഥാർത്ഥമായ രക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ചിലതുകൂടി ചെയ്യണം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മോശ കൽപ്പിച്ചതായ പരിച്ഛേദന ഉൾപ്പെടെയുള്ള യഹൂദ മതത്തിന്റെ കൽപ്പനകൾ കൂടി അനുസരിച്ചാലേ യഥാർത്ഥമായ രക്ഷയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയൂ. അപ്പോഴേ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ യഹൂദ മതത്തിന്റെ നിയമങ്ങൾക്കനുസരണമായിട്ട് മാറ്റുവാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി. ഈ ശ്രമം യെരുശലേം കൗൺസിൽ വരെ എത്തുന്ന ഒരു തർക്കത്തിന് വഴിവെക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഏറ്റവും പ്രസിദ്ധമായ യെരുശലേം കൗൺസിലാണ്. വിജാതീയർക്കിടയിലേക്കുള്ള സുവിശേഷത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടതായ ഒരു ചർച്ചയാണ്, ഒരു തീരുമാനമാണ്, ഒരു കൗൺസിലാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ആയിടത്ത് പൗലോസ് തന്റെ മേലുള്ള ദൈവീക വിളിയെക്കുറിച്ച് കൗൺസിലിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈടത്ത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-2 അധ്യായങ്ങളിൽ പൗലോസ് തന്റെ മേലുള്ള ദൈവീക വിളിയെക്കുറിച്ച് വ്യക്തമായിട്ട് ഗലാത്യ സഭയോട് പറയുകയാണ്. സഭയോട് പറയുന്ന പ്രകാരമാണ്, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ വിളിച്ചത് ക്രിസ്തുവാണ്, മനുഷ്യനാൽ വിളിക്കപ്പെട്ടവനല്ല ഞാൻ, മനുഷ്യനാൽ പഠിപ്പിക്കപ്പെട്ട് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നൊരു വ്യക്തിയല്ല ഞാൻ ആരെയാണോ എതിർത്തിരുന്നത് അതേ ക്രിസ്തുവാണ് എന്നെ ഈ ദൗത്യത്തിലേക്ക് വിളിച്ച് നിയോഗിച്ചത്. സ്വർഗീയമായൊരു വിളിയാണ് എന്റെ മേൽ ലഭ്യമായത്. ആ വിളി എന്റെ മേൽ ലഭിച്ചതിന് ശേഷവും ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് കടന്നു പോകുന്നത്. മറ്റൊരർത്ഥത്തിൽ അപ്പോസ്തലന്മാരുടെ അംഗീകാരവും കൈവെപ്പും ലഭിച്ചിട്ടല്ല ഞാൻ ഈ ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് കടന്നുപോയത്. ദൈവത്തിന്റെ വിളി അനുസരിച്ച് ദൈവം അയച്ച ഇടങ്ങളിലേക്കാണ് ഞാൻ കടന്നുപോയത്. 14 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിൽ വെച്ച് നടക്കുന്ന യെരുശലേം കൗൺസിലിൽ അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് കടന്നുപോയി തന്റെ വിളിയെക്കുറിച്ചും തന്റെ നിയോഗത്തെക്കുറിച്ചും പൗലോസ് വ്യക്തമാക്കുമ്പോൾ പത്രോസും യാക്കോബും ഉൾപ്പെടെയുള്ളതായ അപ്പോസ്തലന്മാർ പൗലോസിന്റെ ശുശ്രൂഷയെ അംഗീകരിക്കുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് പറഞ്ഞതായ ഒരു തീരുമാനം ഇതാണ്, ഞങ്ങൾ അപ്പോസ്തലന്മാർ പരിച്ഛേദനക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷ അർപ്പിക്കുന്നത്, എന്നാൽ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിജാതീയരുടെ ഇടയിലെ, ജാതികൾക്കിടയിലെ ശുശ്രൂഷയിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രഖ്യാപിക്കുന്നത് ഒരേ സുവിശേഷം തന്നെയാണ് എന്ന് പറഞ്ഞ് കൂട്ടായ്മയുടെ വലം കൈ നൽകി ആ കൗൺസിൽ അവസാനിക്കുകയാണ്. ഗലാത്യ സഭയോട് പറയുകയാണ്, ഞങ്ങൾ ആ കൗൺസിലിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചതിന് കാരണം ഇതാണ്, ജീവനുള്ള സുവിശേഷം, സത്യസുവിശേഷം നിലനിൽക്കണം എന്നതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ദൗത്യം അത് എല്ലാ ജനതയിലേക്കും എത്തിച്ചേരേണ്ടുന്നതാണ്. എല്ലാ ജനതയുടെ അരികിലേക്കും എത്തേണ്ടുന്നതാണ് ദൗത്യം. അതിന് ജാതീയമായ വേർതിരിവുകളോ മതത്തിന്റെ വേർതിരിവുകളോ ഇല്ലാതെ എല്ലാവരിലേക്കും ഈ മിഷനുമായി, ഈ ദൗത്യവുമായിട്ട് കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയണം. ക്രൈസ്തവ ദൗത്യവുമായിട്ട് നാം ഇന്നും നിലനിൽക്കുമ്പോഴും ദളിത് ക്രിസ്ത്യൻ എന്നും ബ്രാഹ്മിൻ കൺവേർട്സ് എന്നും ഒക്കെ പറഞ്ഞ് ജാതീയമായ വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം സുവിശേഷ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ക്രിസ്തുവിന് മുമ്പിൽ
നാം എല്ലാവരും ഒന്നാണ് എന്ന ബോധ്യത്തോടെ പാരമ്പര്യങ്ങളല്ല യഥാർത്ഥമായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ കഴിയണം. ഇന്നും പലയിടങ്ങളിലും നിങ്ങൾ ഇത് ധരിക്കാതെ, വെള്ളവസ്ത്രം ധരിക്കാതെ, ഈ തരത്തിലുള്ള വസ്ത്രം ധരിക്കാതെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഈ പാരമ്പര്യം തുടരാതെ നിത്യതയ്ക്ക് അവകാശിയായിട്ട് മാറുവാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഈ വിധത്തിൽ ആരാധിക്കാതെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയില്ല. ഇപ്രകാരം വേദപുസ്തക അടിസ്ഥാനമല്ലാത്ത കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും ഇന്നും ആരെങ്കിലുമൊക്കെ പരത്തുന്നുണ്ട് എങ്കിൽ അത് ക്രൈസ്തവ മിഷന്റെ ഭാഗമല്ല എന്ന് തിരിച്ചറിയണം. എല്ലാവരിലേക്കും എല്ലായിടങ്ങളിലേക്കും എത്തിച്ചേരേണ്ടുന്നതാണ് ക്രൈസ്തവ മിഷൻ. ഓരോ സംസ്കാരങ്ങളെയും ഓരോ ജനതയുടെയും ജീവിത രീതികളെയും മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിസ്ഥാനമുള്ള ദൗത്യവുമായി ലോകത്തിന്റെ അറ്റത്തോളം എല്ലാ ജനതയുടെ അരികിലേക്കും കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ദേശീയ ജാതീയ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് രക്ഷയുടെ ദൗത്യവുമായി കടന്നു പോകേണ്ടുന്നവരാണ് നാം. നമ്മുടെ വിളിയും നമ്മുടെ നിയോഗവും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ദൗത്യം അത് എല്ലാ ജനതയിലേക്കും വ്യാപരിക്കേണ്ടതാണ്. മൂന്നാമതായി നാം പാഠമായി വായിച്ചു കേട്ട മത്തായി സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. 47 മുതൽ 50 വരെയുള്ള വേദഭാഗം പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെ കടലിലേക്ക് മീൻ പിടിക്കുവാനായിട്ട് എറിയുന്ന മീൻ വലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു മീൻ വലയ്ക്ക് തുല്യമാണ്. അത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ആ വലയിലേക്ക് അനേകം മത്സ്യങ്ങൾ വന്നുകൂടുന്നുണ്ട്. ആ വല നിറയുമ്പോൾ മുക്കുവന്മാർ ആ വല പിടിച്ച് കരയിലേക്ക് കയറ്റും. കരയിലേക്ക് കയറ്റി കഴിയുമ്പോഴാണ് ചില മീനുകളൊക്കെ ചീത്തയായി പോയി എന്ന് മനസ്സിലാക്കുന്നത്. ഈ ചീത്തയായ മീനുകളെയും നല്ല മീനുകളെയും വേർതിരിച്ച് എടുക്കുന്നത് ഈ വല കരയിൽ എത്തിയതിന് ശേഷമാണ്. ഈ വേദഭാഗം ദൗത്യത്തിന് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം ഈ വലയ്ക്കുള്ളിലേക്ക് മീനുകളെ എത്തിക്കുക എന്നതാണ്. രക്ഷയുടെ വലയിലേക്ക്, രക്ഷയുടെ വാതിലിലേക്ക് ജനതയെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട്, അയ്യോ ഇവരൊക്കെ എങ്ങനെയാണ് രക്ഷയിലേക്ക് പ്രവേശിക്കുക? ഈ തരത്തിൽ ജീവിക്കുന്നവർ, ഈ മേഖലയിലായിരിക്കുന്നവർ, അവർക്കെങ്ങനെയാണ് ക്രിസ്തുവിന്റെ രക്ഷയുടെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയുക? അവർ പാപത്തിൽ ജീവിക്കുന്നവരല്ലേ? അവർ തെറ്റിൽ ജീവിക്കുന്നവരല്ലേ? അവർ ഈ വിധത്തിലൊക്കെ ജീവിതം നയിക്കുന്നവരല്ലേ? ഇപ്രകാരം ചില മുൻവിധികളോടെ ആരുടെയെങ്കിലും അരികിലേക്ക് ദൗത്യവുമായിട്ട് കടന്നു പോകുവാൻ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ മുൻവിധികളും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, ദൗത്യം അത് ചിലരിലേക്ക്, ചില ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങേണ്ടുന്നതല്ല, എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ടുന്നതാണ് ദൗത്യം. മുൻവിധികൾ ഇല്ലാതെ എല്ലാവരിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും പകരപ്പെടേണ്ടതാണ് ദൗത്യം എന്നത്. ദക്ഷിണ കേരള മഹായിടവകയുടെ ദൗത്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ജയിൽ മിനിസ്ട്രിയാണ്. ജയിലിൽ കുറ്റവാളികളായി അടയ്ക്കപ്പെട്ടവരുടെ അരികിലേക്ക് കടന്നുപോയി ക്രിസ്തുവിന്റെ സ്നേഹം, കൂട്ടായ്മയുടെ സന്തോഷം അവർക്ക് പകർന്നു നൽകുക. സമൂഹം മുഴുവനും അവരെ തെറ്റുകാരായി, കുറ്റക്കാരായിട്ട് മാത്രം കണക്കാക്കുമ്പോൾ ആ തെറ്റിൽ നിന്നും മാറി വരുവാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും, പുതിയൊരു മനുഷ്യരായി രൂപാന്തരപ്പെടുവാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും, നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് പുറത്തുണ്ട് എന്നും ബോധ്യപ്പെടുത്തി ജീവിപ്പാനുള്ള പ്രേരണ നൽകി പുതിയൊരു മനുഷ്യരായി അവരെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ. അത് മാത്രവുമല്ല, തെറ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി, ആ മനുഷ്യന്റെ ജീവിത പങ്കാളിയുണ്ട്, മാതാപിതാക്കളുണ്ടാകാം, മക്കളുണ്ടാകാം. എപ്പോഴും ഒരു തെറ്റുകാരന്റെ മക്കളായി, തെറ്റുകാരന്റെ കുടുംബമായി സമൂഹം അവരെ മുദ്രയിടുമ്പോൾ അവരെ കരുതുവാനും ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുവാനും ആ കുടുംബത്തിന്റെ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് മാറുവാനും സഭയ്ക്ക് കഴിയുന്നുണ്ട്. ഒരു വലിയ ദൈവീക ദൗത്യമാണത്. അവൻ തെറ്റു ചെയ്തിട്ടല്ലേ ജയിലിൽ കിടക്കുന്നത്? അവൻ പാപം ചെയ്തിട്ടല്ലേ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? പിന്നെ അവൻ എന്തിനാണ് നാം കരുതുന്നത്? അവൻ എന്തിനാണ് സഹായിക്കുന്നത്? മുൻവിധികളില്ലാതെ അർപ്പിക്കേണ്ടുന്നതാണ് ദൈവീക ശുശ്രൂഷ. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ എന്റെ വൈദിക പഠന കാലഘട്ടങ്ങളിൽ 25 ദിവസത്തെ ഫീൽഡ് വർക്കിനായിട്ട് ഒരിക്കൽ ചെന്നൈ ഡയോസിലേക്ക്, മദ്രാസ് ഡയോസിസിലേക്ക് ഞങ്ങൾ അയക്കുകയുണ്ടായി. അവിടെ ഞങ്ങൾ കടന്നുപോയ ശുശ്രൂഷകളിൽ എനിക്ക് ഏറെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലുള്ളവരുടെ ശുശ്രൂഷയാണ്. നാം ഒരുപക്ഷെ പലപ്പോഴും ആണും പെണ്ണും കെട്ടവൻ എന്ന പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ പലപ്പോഴും നാം മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ
തെറ്റായ രീതിയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോൾ, വേദപുസ്തക അടിസ്ഥാനത്തിൽ രക്ഷ സാധ്യമല്ല എന്ന് പോലും പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോൾ, ഈ സഭ മദ്രാസ് ഡയോസിസ് അവർക്കിടയിൽ ശുശ്രൂഷ അർപ്പിക്കുകയാണ്. അവർക്ക് കൈത്തൊഴിലുകൾ പകർന്നു നൽകുകയാണ്. അവർക്ക് വരുമാനം കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ അവർക്ക് പകർന്നു നൽകുകയാണ്. ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവരെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മാർഗം അവർക്ക് പകർന്നു നൽകുകയാണ്. ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്, ആ ഇടത്തുള്ള ഒരു ദേവാലയത്തിൽ കപ്യാർ ശുശ്രൂഷ അർപ്പിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. പലപ്പോഴും ഇന്നും ഈ കാലഘട്ടത്തിലും പല സഭകൾക്കും പല ക്രൈസ്തവർക്കും അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്നിടത്ത് ദൈവീക ദൗത്യം അവർക്കും അന്യമല്ല എന്ന് തിരിച്ചറിയുവാനും അവരുടെ ഇടയിലേക്കും ശുശ്രൂഷയുമായിട്ട് കടന്നു പോകുവാനായിട്ട് കഴിയണം. മാർത്തോമാ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ ദൗത്യങ്ങളിൽ ഒന്ന് നവജീവൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. നവജീവൻ പ്രോജക്റ്റ് മുംബൈയിലെ ചുവന്ന തെരുവ് എന്നറിയപ്പെടുന്ന റെഡ് സ്ട്രീറ്റിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികൾക്കിടയിൽ അവർ അർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ശരീരം വിറ്റ് ജീവിക്കുന്നവർ, തെറ്റായ രീതികളിലൂടെ വരുമാനം തേടുന്നവർ, ഒരുപക്ഷെ അറപ്പോടെ വെറുപ്പോടെ മാത്രം നാം കാണുന്ന ഒരു കൂട്ടം ജനത, അവരുടെ അരികിലേക്ക് ക്രിസ്തുവിന്റെ രക്ഷാ ദൗത്യവുമായിട്ട് കടന്നു പോകുന്ന ഒരു കൂട്ടം മിഷണറിമാർ. ഏറ്റവും പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷ, ആ ഇടങ്ങളിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതായത് ഈ തൊഴിലിൽ ഏർപ്പെട്ട് ഗർഭിണികളായി അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പനാരാണ് എന്നറിയില്ല. ഒരുപക്ഷെ സമൂഹത്തിന് മുമ്പിൽ അവരെപ്പോഴും ജനിച്ചു വീഴുന്ന നാൾ മുതൽ സമൂഹം തെറ്റായ കണ്ണോടെ മാത്രം കാണുന്നതായ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ. അവരെ ആ ഇടത്ത് നിന്നും അധിവസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് മാതാപിതാക്കളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ആ ദേശത്ത് മാർത്തോമാ സഭ ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരം തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് നേരിടുന്ന രോഗങ്ങളുണ്ട്. അവർക്കുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നൽകുക, കൗൺസിലിംഗ് നൽകുക, ഈ വിധത്തിൽ അനേകം ശുശ്രൂഷ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നൽകുകയാണ്. അതും ഒരു ക്രൈസ്തവ മിഷനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രൈസ്തവ മിഷൻ ആരെയും മാറ്റി നിർത്തുന്നതല്ല, മുൻവിധികളില്ലാതെ എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ടുന്നതാണ് ക്രിസ്തു ദൗത്യം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്നത് ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലാവരിലേക്കും എല്ലായിടത്തേക്കും എന്നതാണ്. ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ നമുക്ക് കഴിയുമോ? ചിലയിടങ്ങളിലൊക്കെ അധികാര കേന്ദ്രങ്ങളുടെ അരികിലേക്ക് ദൈവം നമ്മെ അയക്കും. അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുവാൻ, തെറ്റിനെതിരെ വിരൽ ചൂണ്ടുവാനായിട്ട് ദൈവം നമ്മെ അയക്കും. ചിലയിടങ്ങളിൽ ജയിലറ പോലുള്ള ഏകാന്തതയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. ചിലയിടങ്ങളിൽ കരുതലിന്റെ കരമായിട്ട് ദൈവം നമ്മെ അയക്കും. കർത്താവ് നമ്മെ അയക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ ദൗത്യമായിട്ട് കടന്നു പോകുവാൻ നമുക്ക് കഴിയണം. മുൻവിധികളില്ലാതെ എല്ലാവരിലേക്കും ഈ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ക്രൈസ്തവ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.